Hi friends, good morning. So far we have discussed about the meaning and definition of performance appraisal, features, objectives, process and also the methods of performance appraisal. Today I would like to discuss about limitations of performance appraisal. ലിമിറ്റേഷൻസ് നമ്മൾ ഒരുപാട് ലിമിറ്റേഷൻസ് കണ്ടിട്ടുണ്ടല്ലോ. ഓരോ ടോപ്പിക്ക് പറയുമ്പോഴും ഓരോ കോൺസെപ്റ്റ് പറയുമ്പോഴും അതിൻ്റെ അകത്ത് വരുന്ന ഡ്രോബാക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. അതുപോലെ ഈ ഒരു ഏരിയയും എല്ലാ ഏരിയയിലെ ലിമിറ്റേഷൻസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ അതിൽ വരുന്ന ഡ്രോബാക്സ് എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവാലുവേഷൻ എസ്പെഷ്യലി ഒരു നിങ്ങളുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആസ് എ സ്റ്റുഡൻറ്റ് ഏറ്റവും കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കൂട്ടരാണ് നിങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളെ ടീച്ചേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, പാരൻസും ചുറ്റുമുള്ളവരും എല്ലാവരും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ ടീച്ചർ സ്റ്റുഡൻറ്റ് ഇവാലുവേഷനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോയിൻറ്റ്സ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളെ ടീച്ചേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എക്സാമിൻ്റെയോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ മാർക്സിൻ്റെ ഒക്കെ കാര്യത്തിൽ നിങ്ങൾ ഇവാലുവേഷൻ നടക്കുന്ന സമയത്ത് എന്തൊക്കെയോ പോരായ്മകൾ ചിലപ്പോൾ ചില ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരാറുണ്ട് എന്നുള്ളത് അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടാവുമായിരിക്കും, ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെ ഇവാലുവേഷനിൽ സംഭവിക്കുന്നില്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് നമുക്ക് ഈ പെർഫോമൻസ് അപ്രൈസിൻ്റെ ലിമിറ്റേഷൻസിനെ 4 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ജഡ്ജ്മെൻറ്റ് എറേഴ്സ്, poor appraisal forms, lack of rate of preparedness and ineffective organizational policies and practices. ഇതൊരു മേജർ ക്ലാസിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നല്ല. നമ്മൾ ലിമിറ്റേഷൻസ് പറയുന്ന സമയത്ത് എല്ലാ തലങ്ങളിലുള്ള ഏരിയാസും ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി, അതായത് റേറ്ററിൻ്റെ ഭാഗത്തു നിന്ന്, ഇവാലുവേറ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ടാവും, പിന്നെ ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ടാവും, അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ജസ്റ്റ് ഒരു 4 ക്ലാസിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഓർമ്മിക്കാൻ കുറച്ചൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു 4 ക്ലാസിഫിക്കേഷനായിട്ട് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതിൽ ജഡ്ജ്മെൻറ്റ് എറേഴ്സാണ് ഒരുപാട് ടൈപ്സ് നമുക്ക് പറയാനുള്ളത്. അത് തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് ആവശ്യത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ. അതായത് നിങ്ങൾക്ക് 3 മാർക്കിനൊക്കെ നമ്മൾ ഇതുവരെ ലിമിറ്റേഷൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളൂ, ലിമിറ്റേഷൻസ് എസ്സേക്കൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ 3 മാർക്കിന് എഴുതാനുള്ളത് നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് എറേഴ്സ് തന്നെ ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം എഴുതാനുള്ള പോയിൻറ്റ്സ് ഉണ്ട്. അത്രയധികം ലിമിറ്റേഷൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ജഡ്ജ്മെൻറ്റ് എറേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത്, അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് വരുത്തുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സുകളാണ് ബയാസ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ മെഷർമെൻറ്റിൽ വരുന്ന ഡിസ്റ്റോഷൻ, അതൊക്കെയാണ് ജഡ്ജ്മെൻറ്റ് എറേഴ്സിൽ വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രൈമസി എഫക്റ്റ് ഓർ ഫസ്റ്റ് ഇംപ്രഷൻ എഫക്റ്റ്. The appraiser's first impression of a candidate may color his evaluation of all subsequent behavior. Okay, അതായത് നമുക്കറിയാം ഫസ്റ്റ് ഇംപ്രഷൻ, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളത്. ബട്ട് അത് ശരിയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഫസ്റ്റ് ഇംപ്രഷൻ എല്ലാവർക്കും ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റണം എന്നില്ല. പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ഓൾവേസ് ദ ലാസ്റ്റിംഗ് ഇംപ്രഷൻ. നമുക്ക് കുറേ കാലത്തേക്ക് നമ്മുടെ മൈൻഡിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരാളെ ഫസ്റ്റ് കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്ത് ഇംപ്രഷനാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അത് നമുക്ക് ഒരുപാട് കാലത്തേക്ക് നമ്മുടെ മൈൻഡിൽ നിൽക്കും എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ദ ലാസ്റ്റിംഗ് ഇംപ്രഷൻ. സോ ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എഫക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ട് ഇവാലുവേഷൻ കളർ ചെയ്യപ്പെടുന്നതിനെയാണ് ഫസ്റ്റ് ഇംപ്രഷൻ എഫക്റ്റ് അല്ലെങ്കിൽ പ്രൈമസി എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ ഫസ്റ്റ് കണ്ടപ്പോൾ അയാൾ വളരെ നല്ല പേഴ്സണായിട്ട് നമുക്ക് തോന്നി, അപ്പോൾ അത് പോസിറ്റീവ് പ്രൈമസി എഫക്റ്റാണ്. പോസിറ്റീവ് പ്രൈമസി എഫക്റ്റാണ്. പക്ഷേ അയാൾ സബ്സിക്വൻ്റ് ആയിട്ട് ചിലപ്പോൾ അയാൾ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുമായിരിക്കാം. എന്നാൽ പോലും അതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാണാതെ ആ ഫസ്റ്റ് ഇംപ്രഷൻ്റെ ആ ഒരു എഫക്റ്റ് കാരണം ബാക്കിയുള്ള എല്ലാ പെർഫോമൻസിലും അയാൾ ഓവറോൾ എന്തായിട്ട് മാറുന്നു, ഒരു നല്ല പെർഫോമറായിട്ട് അയാളെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് പോസിറ്റീവ് പ്രൈമസി എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഫസ്റ്റ് പോസിറ്റീവ് എഫക്റ്റ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബാക്കിയുള്ള എല്ലാ പ്രവൃത്തികളെയും ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ഒരു ബേസ് ആവുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രൈമസി എഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് പ്രൈമസി എഫക്റ്റ് ആണത്. അതേസമയം നെഗറ്റീവ് പ്രൈമസി എഫക്റ്റ് ആണെങ്കിൽ, പോസിറ്റീവ് പ്രൈമസി എഫക്റ്റ് ഒരു എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം നല്ല റേറ്റിംഗ് കിട്ടാനാണ് കാരണമാവുന്നത്. അതേസമയം നെഗറ്റീവ് പ്രൈമസി എഫക്റ്റ് മേ ബി ചിലപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബാഡ് ഇംപ്രഷൻ ആയിരിക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ബേസിൽ നമ്മൾ ചില സിനിമകളിലൊക്കെ കാണാറുള്ളതാണ് അല്ലേ, ഫസ്റ്റ് ഒരു ക്ലാഷോ കാര്യങ്ങളോടുകൂടിയാണ് നമ്മൾ എംപ്ലോയറുമായിട്ടൊരു ഇതിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ അയാൾ പിന്നീട് എത്ര ഹാർഡ് വർക്കിംഗ് ആണെങ്കിലും പങ്ക്ച്വാലിറ്റി റെഗുലറായിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അയാൾ ഓർഗനൈസേഷനുമായിട്ട് ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോൾ ആ ഒരു ഫസ്റ്റത്തെ ഒരു ഇൻസിഡൻറ്റിൻ്റെ ബേസിലായിരിക്കും അയാളുടെ കംപ്ലീറ്റ് പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ നെഗറ്റീവ് പ്രൈമസി എഫക്റ്റ് എന്ന് പറയുന്നത്. സോ പ്രൈമസി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ഇംപ്രഷൻ്റെ മുകളിൽ, ഫസ്റ്റ് ഇംപ്രഷൻ്റെ ബേസിൽ നമ്മൾ ഒരു എംപ്ലോയിയുടെ കംപ്ലീറ്റ് പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രൈമസി എഫക്റ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് റിസൻസി എഫക്റ്റ് എന്ന് പറയുന്നത്. റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള
ഒരു ബിഹേവിയറിൻ്റെ പേരിൽ അയാളുടെ ഫുൾ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് റിസൻസി എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ റേറ്റർ ഗീവ്സ് ഇമ്പോർട്ടൻസ് ഓർ ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ടു റീസെൻറ്റ് ഒക്കുറൻസസ് ദാൻ ഏർലിയർ പെർഫോമൻസ്. മേ ബി അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു കുറേ കാലമായിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷേ ഇയാൾ റീസെൻ്റ് ആയിട്ട് ഒരു 1 വീക്കൊക്കെ ആയിട്ട് മേ ബി അയാളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം, ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും മെൻ്റലി അയാൾക്കുള്ള ടെൻഷനും പ്രഷറൊക്കെ കാരണം അയാൾ ചിലപ്പോൾ എന്തെങ്കിലും വീക്കായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവുമായിരിക്കും. സോ ഇയാൾ റീസെൻ്റ്ലി ഇയാൾ മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് വെച്ചിട്ട്, അല്ലെങ്കിൽ മുന്നേ അയാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ആ റീസെൻറ്റ് പെർഫോമൻസിൻ്റെ ബേസിൽ അയാൾ പുവർ പെർഫോമർ ആണ് എന്ന് റേറ്റ് ചെയ്യുക. അതാണ് എന്തെന്ന് പറയുന്നത് റിസൻസി എഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെയും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ട്. അയാൾ റീസെൻ്റായിട്ട് നല്ലത് ചെയ്യുമ്പോൾ അയാളുടെ ഇതുവരെ ചെയ്തത് മുഴുവൻ കളർ ചെയ്യപ്പെടുന്നതും, അല്ലെങ്കിൽ അയാൾ റീസെൻ്റായിട്ട് അയാളുടെ അടുത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു വീഴ്ച കാരണം അയാൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാത്തിനെയും മറന്നുകൊണ്ട് അയാളെ പുവർ പെർഫോമറായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ഇതൊക്കെ എന്താണ് റിസൻസി എഫക്റ്റ് ആണ്. ഓക്കെ, സോ റീസെൻറ്റ് ഒക്കുറൻസിനായിരിക്കും റീസെൻറ്റ് പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വാല്യുവേഷൻ നടത്തുക എന്നുള്ളതും എന്താണ് ഈ പറഞ്ഞതുപോലെ ഒരു ലിമിറ്റേഷനാണ്. ഇവാലുവേഷൻ നടക്കുന്ന സമയത്ത് വരുന്ന ഒരു ലിമിറ്റേഷനാണ്. ദെൻ ഹാലോ എഫക്റ്റ്. ഹാലോ എഫക്റ്റ് ആൻഡ് ഹോൺസ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് 2 എഫക്ട്സ് ആണുള്ളത്. അതൊരു ജനറലൈസേഷൻ എഫക്റ്റ് എന്ന് രണ്ടിനെയും കൂടി നമുക്ക് പറയാം ജനറലൈസേഷൻ എഫക്റ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം വെച്ച്, ഒരു നല്ല കാര്യം വെച്ചിട്ട് മുഴുവനായിട്ട് നല്ലതായിട്ട് നമ്മൾ ജനറലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മോശം കാര്യം വെച്ചിട്ട് മുഴുവനായിട്ട് നമ്മൾ മോശമാക്കിയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. അതാണ് ജനറലൈസേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരൊറ്റ പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് അവരുടെ മൊത്തം ബിഹേവിയറിനെ, ഒരൊറ്റ കാര്യത്തിൻ്റെ ബേസിൽ നമ്മൾ അവരുടെ മൊത്തം ബിഹേവിയറിനെ അങ്ങ് ഇവാലുവേറ്റ് ചെയ്ത് കളയുന്നതിനെയാണ് എന്ത് പറയുന്നത് ജനറലൈസേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഹാലോ എഫക്റ്റ്. ഹാലോ എഫക്റ്റ് മീൻസ് വൺ ഗുഡ് ക്വാളിറ്റി ഓഫ് എ പേഴ്സൺ ഓർ ഓഫ് എൻ എംപ്ലോയി നള്ളിഫൈസ് ഓൾ ഹിസ് ബാഡ് ക്വാളിറ്റീസ്. ഓക്കെ, ഒരു പോസിറ്റീവ് ക്വാളിറ്റീസ് മാത്രമേ നമ്മൾ കാണുള്ളൂ. ഒരു പോസിറ്റീവ് ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൻ്റെ ആ ഒരു പോസിറ്റീവ് ക്വാളിറ്റി എന്ത് ചെയ്യാണ്, അതുള്ളത് കൊണ്ട് ബാക്കിയുള്ള എല്ലാ നെഗറ്റീവ് ക്വാളിറ്റീസിനെയും മറച്ചു വയ്ക്കപ്പെടുകയാണെങ്കിൽ അതിനെയാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും ആ എംപ്ലോയിനെ പറ്റിയിട്ടുള്ള ഒരു ട്രൂ പിക്ചർ ആയിരിക്കില്ല ആ ഒരു ഇവാലുവേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. മേ ബി ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, ഓർഗനൈസേഷൻ ഒരുപാട് പ്രോഡക്റ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടാവും, അതൊരു പോസിറ്റീവ് സൈഡാണ്. അതേസമയം അയാൾക്ക് ഒരുപാട് നെഗറ്റീവ് സൈഡ്സ് ഉണ്ടാവും, അയാളുടെ ബിഹേവിയറിലും കാര്യങ്ങളിലൊക്കെ ഒരുപാട് നെഗറ്റീവ് സൈഡ്സ് ഉണ്ടാവും. പക്ഷേ ഇവാലുവേറ്റ് ചെയ്യുന്ന പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു പോസിറ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് അതായിരിക്കും ഇമ്പോർട്ടൻ്റ് ഉണ്ടാവും. ഇവാലുവേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പോയിൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബാക്കി അയാൾ എന്തൊക്കെ മോശം ചെയ്ത് കഴിഞ്ഞാലും അയാളെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അയാളെ നല്ല പെർഫോമറായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, ആ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ചെയ്യുന്ന എഫക്റ്റിനെയാണ്, അല്ലെ ആ സമയത്ത് വരുന്ന ഒരു ലിമിറ്റേഷനെയാണ് നമ്മൾ ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഹോൺസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഹോൺ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ബാഡ് ക്വാളിറ്റി ഓഫ് എ പേഴ്സൺ നള്ളിഫൈസ് ഓൾ ഹിസ് ഗുഡ് ക്വാളിറ്റീസ്. ഒരു മോശം ബിഹേവിയർ അയാളുടെ ക്യാരക്ടറിലുണ്ട്, ആ ഒരു മോശം ബിഹേവിയർ കൊണ്ട് അയാളെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അയാൾ മോശമാണ് എന്നങ്ങ് പറയുകയാണ്. മേ ബി ഒരു പേഴ്സൺ ചിലപ്പോൾ എന്തായിരിക്കും ഓൾവേസ് ലേറ്റ് കമർ ആയിരിക്കും, അയാൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ അയാൾ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ടൈമിൽ ചെയ്യുന്നുണ്ടാവുമായിരിക്കും, എല്ലാം ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അയാൾ ഭയങ്കര ലേറ്റ് കമറാണ്, അല്ലെങ്കിൽ അയാൾ അത്ര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടല്ല അയാൾ വരുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ബാഡ് ക്വാളിറ്റി മേ ബി ആ ഇവാലുവേറ്ററിൽ എന്തുണ്ടാക്കുന്നുണ്ടാവും, ഒരു മോശം ഇമേജ് ആയിരിക്കും അയാളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അയാൾ അങ്ങനെ വരുന്നത് കൊണ്ട്, ലേറ്റ് കമറായിട്ട് വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് വരാത്തത് കൊണ്ട് അയാളൊരു മോശം പെർഫോമർ ആണെന്ന് അയാളുടെ മൊത്തം ക്യാരക്ടറിനെ അങ്ങനെ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്ത് കളയാം. അങ്ങനെ ചെയ്യുന്നതിനെയാണ് ഹോൺസ് എഫക്റ്റ് എന്ന് പറയുന്നത്. വൺ ബാഡ് ക്വാളിറ്റി നള്ളിഫൈസ് ഓൾ ഹിസ് ഗുഡ് ക്വാളിറ്റീസ്. കുറച്ച് ബാഡ് ഉണ്ടെന്ന് വെച്ചിട്ട് അയാൾ മൊത്തത്തിൽ ബാഡാണെന്ന് പറയാം. അതാണ് ഹോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലെനിയൻസി ഓർ സ്ട്രിക്ട്നെസ് ടെനൻസി. ലെനിയൻസി എഫക്റ്റ്, സ്ട്രിക്ട്നെസ് എഫക്റ്റ് രണ്ടാണെന്ന് ഞാൻ ഒരുമിച്ച് പറഞ്ഞു എന്ന് മാത്രം. ലെനിയൻസി എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എവറി ഇവാലുവേറ്റർ ഹാസ് ഹിസ് ഓൺ വാലുവേഷൻ പ്രൊസീജിയർ വിച്ച് ഇസ് റിഗാർഡഡ് ആസ് ഹിസ് ഓൺ സ്റ്റാൻഡേർഡ് ഫോർ വാലുവേഷൻ. ഇപ്പം നമുക്ക് ടീച്ചേഴ്സിൻ്റെ കേസിൽ അറിയാം, ടീച്ചേഴ്സ് വാല്യൂ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാകും. യൂണിവേഴ്സിറ്റി എന്ത് സ്റ്റാൻഡേർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലും ടീച്ചേഴ്സിന് അവരുടേതായിട്ടുള്ള ഒരു ഡിഫറൻസ്, സ്റ്റാൻഡേർഡ്സിലുള്ളൊരു ഡിഫറൻസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ചില ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും. പേപ്പർ വാല്യൂഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇൻറ്റേർണൽ മാർക്കിൻ്റെ വാല്യൂഷൻ ആണെങ്കിലും സ്ട്രിക്റ്റ് ആയിരിക്കും. ആസ് പെർ റൂൾസ്, അല്ലെങ്കിൽ എന്താണോ കൊടുക്കേണ്ടത് കംപ്ലീറ്റും കൊടുക്കത്തില്ല, അത്രയും പിടിച്ച് വെച്ച്. ഒരിക്കലും ഇപ്പോൾ നമ്മളിപ്പോൾ പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്ത് 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റിന് മാക്സിമം 2 കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ എത്ര പെർഫെക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാലും ഞാൻ കൊടുക്കത്തില്ല എന്നൊരാൾ വാശി പിടിക്കുകയാണെങ്കിൽ അതെന്താണ്, സ്ട്രിക്ട്നെസ് എഫക്റ്റ് ആണ്. ഓവർ സ്ട്രിക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. എലിജിബിൾ ആയിട്ടുള്ളത് കൊടുക്കണം, ഓവർ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ പിടിച്ചു വെക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ ചെയ്യുന്നതിനെയാണ് സ്ട്രിക്ട്നെസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതേസമയം ലെനിയൻസി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് ഓപ്പോസിറ്റ്. ചില ആൾക്കാർ ഒരു പ്രശ്നവും വേണ്ട, എല്ലാവർക്കും ലിബറൽ ആയിട്ട് അങ്ങ് മാർക്ക് കൊടുക്കുക, മാക്സിമം മാർക്ക് എല്ലാവർക്കും കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴും അതും ശരിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടേണ്ട ആൾക്കാർക്ക് ആ ഒരു ഡിഫറൻസ് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം. നല്ലോണം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക്
ഹൈ മാർക്സും അതേപോലെ ആവറേജ് പഠിക്കുന്ന ആൾക്കാർക്ക് ആവറേജ് മാർക്കും ലോ ആയിട്ടുള്ള ആൾക്കാർക്ക് ലോ മാർക്സും അത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഡിഫറൻഷിയേഷൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓരോരുത്തരുടെ കഴിവുകൾ ഓരോ സ്ഥലത്തായിരിക്കും. അപ്പോൾ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡിഫറൻഷിയേഷൻ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ലെനിയൻ്റ് ആയിട്ട് മാർക്ക് കൊടുക്കുക. ഇപ്പം ഒരു പ്രശ്നം വേണ്ട, ലെനിയൻ്റ് ആയിട്ട് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ റീവാലുവേഷൻ്റെ പ്രശ്നമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മാക്സിമം മാർക്ക് കൊടുത്ത് പാസ്സാക്കി വിടാം. അപ്പോൾ ആ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ എന്താ പറയുക, ലെനിയൻസി അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ലെനിയൻസിൻ്റെ തന്നെ നമ്മൾ പോസിറ്റീവ് ലെനിയൻസി എറർ, നെഗറ്റീവ് ലെനിയൻസി എറർ, സ്ട്രിക്റ്റ് ടെൻഡൻസിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഈ പറഞ്ഞ പോസിറ്റീവ് ലെനിയൻസി എറർ എന്ന് പറയുന്നത്. ദെൻ സ്ട്രിക്റ്റ് ടെൻഡൻസി ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് ലെനിയൻസി എറർ എന്ന് പറയുന്നത്. ദിസ് ഇസ് എ നെഗറ്റീവ്, റൈറ്റ്. പോസിറ്റീവ് ലെനിയൻസി എന്ന് പറയുമ്പോൾ വളരെ ലൂസായിട്ട് നമ്മൾ മാർക്ക് കൊടുക്കുന്നത് എന്താണ്, ആസ് എ എംപ്ലോയി ഓർ റേറ്റിനെ സംബന്ധിച്ചിടത്തോളം, എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവാണ്. ലെനിയൻ്റ് ആയിട്ട് വളരെ ലിബറലായിട്ട് വാല്യൂ ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. സ്ട്രിക്റ്റ് ആയിട്ട് വാല്യൂ ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ രണ്ടും എന്താണ്, ഈ പറഞ്ഞ പോലെ ഇവാലുവേഷനിൽ വരുന്ന ഒരു മിസ്റ്റേക്കാണ്. എല്ലാവർക്കും ലെനിയൻ്റ് ആയിട്ട് മാർക്ക് കൊടുക്കാനും പാടില്ല, എല്ലാവർക്കും സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാണ്ടിരിക്കുന്നതും ശരിയല്ല. പിന്നെ അർഹതപ്പെട്ടവർക്ക് ലെനിയൻ്റ് ആകുമ്പോൾ എന്താണ്, അർഹത ഇല്ലാത്ത ആൾക്കാർക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്ന ഒരു പ്രശ്നം വരും, അതും തെറ്റാണ്. ഓക്കെ, ദെൻ ആവറേജ് റേറ്റിംഗ് പ്രോബ്ലം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കൊടുക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് മാർക്ക് നല്ലോണം പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നം വരും, അല്ലേ? നമ്മൾ എന്തുകൊണ്ട് കിട്ടിയില്ല മാർക്ക് എന്നുള്ളൊരു ചോദ്യവും കാര്യങ്ങളൊക്കെ വരും. അതേപോലെ നമ്മൾ ലെനിയൻ്റ് ആയിട്ട് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ, ലിബറലായിട്ട് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്കാർ അല്ലെങ്കിൽ ചോദിക്കാൻ വരും, അതെന്താ എല്ലാവർക്കും ഒരേപോലത്തെ മാർക്ക്, അതിനും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ എന്ത് ചെയ്യുക, ആവറേജ് ആയിട്ടൊരു മാർക്ക് കൊടുക്കുക. ആർക്കും തന്നെ ഹൈ മാർക്സും കൊടുക്കുന്നില്ല, ആർക്കും തന്നെ ലോ മാർക്സും കൊടുക്കുന്നില്ല, എല്ലാവർക്കും ഒരു മീഡിയത്തിലുള്ള മാർക്ക് കൊടുക്കുക. ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ പറയുന്നത് ആവറേജ് റേറ്റിംഗ് എഫക്റ്റ് ഓർ സെൻട്രൽ ടെൻഡൻസി എഫക്റ്റ് എന്നും കൂടെ ഇതിനെ പറയും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കത് നമ്മൾ റേറ്റ് ചെയ്തതിനെ ജസ്റ്റിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആവറേജ് മാർക്ക് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങ് പോവാം എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ആവറേജ് റേറ്റിംഗ് ചെയ്യുന്ന ഇവാലുവേറ്റേഴ്സ് ഉണ്ടാകും. അപ്പോൾ ആ ഇവാലുവേറ്റേഴ്സിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആവറേജ് റേറ്റ് ചെയ്യുക എന്നുള്ളത്. ശരിക്കും പ്രോപ്പറായിട്ട് റേറ്റ് ചെയ്യുക, കൊടുക്കേണ്ട ഹൈ മാർക്സ് കൊടുക്കേണ്ട ആൾക്കാർക്ക് ഹൈ മാർക്സ് കൊടുക്കുക, ലോ മാർക്സ് കൊടുക്കേണ്ട ആൾക്കാർക്ക് ലോ മാർക്സ് കൊടുക്കുക. ആവറേജിലുള്ള ആൾക്കാരുണ്ടാവും, ഡെഫിനറ്റ്ലി എല്ലാ കാറ്റഗറിയിലും വരുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, ദെൻ സ്റ്റീരിയോ ടൈപ്പിംഗ് എഫക്റ്റ്. സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മെൻറ്റൽ പിക്ചർ ദാറ്റ് എ പേഴ്സൺ ഹോൾഡ്സ് അബൌട്ട് എ പേഴ്സൺ ബിക്കോസ് ഓഫ് ദാറ്റ് പേഴ്സൺസ് ജെൻഡർ, ഏജ്, റിലീജിയൻ, കാസ്റ്റ് ആൻഡ് സോ. അതായത് നമ്മൾ എന്താ സ്റ്റീരിയോ ടൈപ്പിംഗ് ആയിട്ട് നമുക്കൊരു ഇമേജ് ഉണ്ടാവും, ഇന്ന ജെൻഡറിലുള്ള ആൾക്കാരെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇന്ന കാസ്റ്റ് എന്ന് വരുന്ന ആൾക്കാരെ പറ്റിയിട്ടൊക്കെ ഓരോരുത്തർക്കും ഒരു മെൻറ്റൽ പിക്ചർ ഉണ്ടാക്കി വെക്കുന്നുണ്ടാവും. അതിനെയാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഇമേജ് വെച്ചുകൊണ്ട്, അതൊരു ബ്ലർഡ് ഇമേജ് ആണ്. സോ അത് വെച്ചുകൊണ്ട് നമ്മളൊരു പേഴ്സൻ്റെ പെർഫോമൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുക, ഇത് രണ്ടും തെറ്റായിട്ടുള്ള കാര്യമാണ്. മേ ബി ചിലപ്പോൾ ഗേൾ ബോയ് ആ ഒരു ഡിഫറൻഷിയേഷൻ നമുക്ക് എടുക്കാം. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഗേൾസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഗേൾസിന് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല, അത് ബോയ്സിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം, ഗേൾസിൻ്റെ പെർഫോമൻസിനെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അല്ല ചില റിലീജിയൻ അല്ലെങ്കിൽ ചില കാസ്റ്റ് എന്ന് വരുന്ന ആൾക്കാരാകുമ്പോൾ അവരെ ആ റിലീജിയൻ അതിനെ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ ആ റിലീജിയനിലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യില്ല, അവർക്കത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ നമ്മൾ ഒരിക്കലും ഒരു പേഴ്സണെ എന്ത് ചെയ്യാൻ പാടില്ല, അണ്ടർ എസ്റ്റിമേറ്റോ ഓവർ എസ്റ്റിമേറ്റോ ചെയ്യാൻ വേണ്ടി പാടില്ല. അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥ വെച്ചിട്ട് അവർക്ക് അത്രേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരെ കുറച്ച് കാണുക, അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. അല്ലെങ്കിൽ ചില ഇതിൽ നിന്ന് വരുന്ന ആൾക്കാരെന്താണ്, അവർക്ക് ആ ഒരു ഏരിയയിൽ അവർ ഭയങ്കര ബ്രില്യൻ്റ് ആയിരിക്കും, ആ ഒരു ഇതിൽ നിന്ന് വരുന്നത് കൊണ്ട് അവർ ഭയങ്കര ബ്രില്യൻ്റ് ആയിരിക്കുന്നോ, അവർ എത്ര മാത്രം പെർഫോം ചെയ്യുന്നോ, അങ്ങനെയൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സ്റ്റീരിയോ ടൈപ്പ് ഇമേജിൻ്റെ ബേസിൽ ചെയ്യാൻ പാടില്ല. ഏത് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻസ്, ഏജ് വൈസ് ആണെങ്കിലും ജെൻഡർ വൈസ് ആണെങ്കിലും പെർഫോമൻസിനെ എന്ത് ചെയ്യുക, ബയാസ്ഡ് അല്ലാണ്ട് മെഷർ ചെയ്യാൻ എന്നുള്ളതാണ്. ഓക്കെ, then influence of man's job. There is a tendency to give a high rating to highly paid jobs. So a senior employee may get a higher rating than a junior employee. ഇതും അധികം ഓർഗനൈസേഷൻ്റെ കേസിലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ ഇടയിൽ തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ഒരു കാര്യമായിരിക്കും, സീനിയേഴ്സിന് കുറച്ചധികം കൂടുതൽ പരിഗണന കിട്ടുന്നുണ്ട്, നമ്മൾ ജൂനിയേഴ്സിനോട് അത്രയധികം പരിഗണന നമുക്ക് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ചിലപ്പോൾ ക്ലാസ്സിൽ പറയും, നിങ്ങളിപ്പോൾ വന്നതല്ലേ ഉള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതാണ് നിങ്ങളുടെ അടുത്ത് നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ സീനിയേഴ്സായിട്ട് മാറും, നിങ്ങൾ അത്യാവശ്യം മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറും. അപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സിന് കിട്ടുന്ന അതേ പരിഗണന തന്നെ നിങ്ങൾക്കും കിട്ടും. ഓക്കെ, അപ്പോൾ അതേ ഒരു എഫക്റ്റാണ്. പക്ഷെ അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ അത് എന്താണ്, ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഫെയർ ആയിട്ടുള്ള ഡീലിങ്സ് തന്നെയാണ്. പക്ഷെ നമ്മൾ ചില ഓർഗനൈസേഷൻസിലൊക്കെ സീനിയർ ജൂനിയർ ക്ലാഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊരു വലിയൊരു
എന്താണ് ഈ പെർഫോമൻസ് അപ്രൈസലിൻ്റെ കേസിലാണെങ്കിൽ പോലും സീനിയേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇവാലുവേറ്റേഴ്സുമായിട്ടൊക്കെ ഭയങ്കര ക്ലോസ് കോൺടാക്റ്റിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, കുറച്ച് ഹൈ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും. ജൂനിയേഴ്സിനെ ഒന്ന് തഴയുന്ന ഒരു പ്രവൃത്തി കാര്യങ്ങളൊക്കെ ഈ വാലുവേഷൻ്റെ സമയത്ത് നടക്കാവുന്നതാണ്, അല്ലെങ്കിൽ നടക്കാറുള്ളതാണ്. അതുകൊണ്ട് എന്താണ് അതും എന്താണ് ഈ പെർഫോമൻസ് അപ്രൈസലിൻ്റെ കേസിൽ ഒരു ലിമിറ്റേഷനാണ്. ദെൻ സിമിലാരിറ്റി എറർ ഓർ സിമിലർ ടു മീ എഫക്റ്റ് എന്ന് പറയും ഇതിനെ. അതായത് the evaluator tries to look those qualities in subordinates which he himself possesses. ഓക്കെ, അതായത് എൻ്റെ പോലെയാണെങ്കിൽ അയാൾക്ക് ഹൈ റേറ്റിംഗ്, എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് മാച്ച് ചെയ്യുന്നതാണെങ്കിൽ അയാൾക്ക് ഹൈ റേറ്റിംഗ് കൊടുക്കാം. അങ്ങനെ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് ലോ റേറ്റിംഗ്. ഓക്കെ, അങ്ങനെ ഒരു ഇവാലുവേഷൻ വരുമ്പോഴാണ്, അതായത് ഞാനുമായിട്ട് കമ്പയർ, ഇപ്പം ഞാൻ നിങ്ങളെ കുട്ടികളെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാനുമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വിചാരിക്കുക. എന്നെ പോലെ കാര്യങ്ങൾ അറിയാമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഹൈ മാർക്സ്, ആ കുട്ടികൾക്ക് ഞാൻ ഹൈ മാർക്സ് തരും. എന്നാൽ ഞാൻ പറയുന്ന പോയിന്റ്സ് അല്ലാണ്ട് വേറെ ആരെങ്കിലും പറയുന്ന പോയിന്റ്സ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബുക്കിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പോയിന്റ്സ് ഒക്കെ കിട്ടാമല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾ ക്ലാസ്സിൽ സംസാരിക്കുവാണെങ്കിൽ ഓക്കെ ഞാൻ നിങ്ങൾക്ക് ലോ മാർക്സ് ആണ് തരാം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? അല്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു ഇവാലുവേഷൻ നടത്താൻ വേണ്ടി പാടില്ല. സോ അതാണ് സിമിലർ ടു മീ എഫക്റ്റ് അല്ലെങ്കിൽ സിമിലാരിറ്റി എറർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സ്പിൽ ഓവർ എഫക്റ്റ്. In this case, the employee is judged positively or negatively by the boss depending upon the past performance. നമ്മൾ ഓൾറെഡി പ്രൈമസി എഫക്റ്റ് പറഞ്ഞിട്ട്, പ്രൈമസി എഫക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ എഫക്റ്റ് ആണ്. നമുക്ക് ഫസ്റ്റ് നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിൻ്റെ ബേസിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. സ്പിൽ ഓഫ് എറർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ പാസ്റ്റിൻ്റെ ബേസിൽ അവർ എന്താ നമ്മൾ പറയാറില്ലേ, കള്ളനായിട്ട് ഒരാൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ കള്ളനായിട്ട് തന്നെ മരിക്കുവോളം അങ്ങനെ ആയാൽ മതി, അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. അതുപോലെയാണ് പാസ്റ്റ് പെർഫോമർ ചിലപ്പോൾ അയാൾ വീക്കായിരിക്കാം, പക്ഷേ അയാൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അയാളുടെ പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് അയാളിപ്പോൾ എന്തായിരിക്കും നന്നായിട്ട് വന്നിട്ടുണ്ടാവും. ഒരുപാട് കാലത്തെ കഷ്ടപ്പാട് കൊണ്ട് അയാളുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്നിട്ടും അയാളെ നല്ല പെർഫോമറായിട്ട് അംഗീകരിക്കാണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു എഫക്റ്റിനെയാണ് സ്പിൽ ഓവർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫിയർ ഓഫ് ലൂസിങ് സബോർഡിനേറ്റ്സ് ആൻഡ് സ്പോയിലിംഗ് റിലേഷൻ. നമുക്ക് വേറൊരു വലിയ പ്രശ്നമാണ് അല്ലേ, ഇപ്പം നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ പ്രിൻസിപ്പൽ സാർ നമ്മുടെ പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സാറിന് നമ്മളുമായിട്ട് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ന ആൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ ഞാൻ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം മോശമായി പോവോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാം, നല്ല ഓക്കെ ഗുഡ് പെർഫോമർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇവാലുവേഷൻ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും പ്രശ്നമില്ല, ഇവാലുവേറ്റർക്ക് ഈ ഒരു എംപ്ലോയിയുമായിട്ട് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ആ ഒരു ഇതൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് തെറ്റായ ഇവാലുവേഷൻ നടത്താനുള്ളൊരു സാധ്യതയും പെർഫോമൻസ് അപ്രൈസലിൻ്റെ ടൈമിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ ജഡ്ജ്മെൻറ്റ് എറേഴ്സ് എന്ന് പറയുന്നത്. ജഡ്ജ്മെൻറ്റ് എറേഴ്സിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇംപ്രഷൻ എഫക്റ്റ്, ദാറ്റ് ഈസ് പ്രൈമസി എഫക്റ്റ്, റിസൻസി എഫക്റ്റ്, ഹാലോ എഫക്റ്റ്, ഹോൺസ് എഫക്റ്റ്, ലെനിയൻസി എഫക്റ്റ്, സ്ട്രിക്ട്നെസ് എഫക്റ്റ്, ആവറേജ് റേറ്റിംഗ് ഓർ സെൻട്രൽ ടെൻഡൻസി എഫക്റ്റ്, സ്റ്റീരിയോ ടൈപ്പിംഗ്, സ്പിൽ ഓവർ എഫക്റ്റ്, പിന്നെ ഫിയർ ഓഫ് ലൂസിങ് സബോർഡിനേറ്റ്സ് ആൻഡ് സ്പോയിലിംഗ് റിലേഷൻസ്. ഇങ്ങനെ ഒരുപാട് ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വന്നേക്കാവുന്ന കുറേ മിസ്റ്റേക്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ കാര്യമാണ്, അതായത് ടെക്നിക്കലായിട്ടുള്ള ഒരു സൈഡിൽ വരുന്നതാണ് പുവർ അപ്രൈസൽ ഫോംസ്. നമ്മൾ ഓരോ കേസിലും പറഞ്ഞിട്ടുണ്ട്, ചെക്ക് ലിസ്റ്റ് മെത്തേഡ് എടുത്തു കഴിഞ്ഞാലും റേറ്റിംഗ് സ്കെയിൽ എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ നമ്മൾ അപ്രൈസൽ ഫോം വെച്ചിട്ടാണ് ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പോൾ അപ്രൈസൽ ഫോം പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, പെർഫോമൻസ് അപ്രൈസലിനെ നെഗറ്റീവായിട്ട് അതിനെ അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ അപ്രൈസൽ ഫോംസിൽ വരാൻ പോകുന്ന ചെറിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റിംഗ് സ്കെയിൽ ക്ലിയർ അല്ലാണ്ടിരിക്കുക, അത് അത്ര പോരാത്ത ഒരു റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ റേറ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആസ്പെക്ട്സ് ഉണ്ടാവും. നമ്മൾ ജോബിൽ മസ്റ്റായിട്ട് നമ്മൾ ഇന്ന ആസ്പെക്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം സബ്ജക്റ്റ് നോളജ് എന്ന് പറയുന്നത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ബാക്കി എന്തുണ്ടെങ്കിലും സബ്ജക്റ്റ് നോളജ് ഇല്ലെങ്കിൽ അതിന് ആ ഒരു ആളെ നമുക്ക് ടീച്ചർ എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എല്ലാം ഉണ്ട്, പക്ഷേ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലെങ്കിലും അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം, മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കേണ്ടുന്ന കാര്യങ്ങൾ ഈ അപ്രൈസൽ ഫോംസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ് ഒരു പ്രശ്നം തന്നെയാണ്. വളരെ തീരുമാനം എടുത്തിട്ടൊക്കെ വേണം ഈ ഒരു ഫോം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ റേറ്റിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞു ആവശ്യമുള്ളത് ചിലപ്പോൾ ഇതിലുണ്ടാവില്ല, ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ചിലപ്പോൾ ഇതിൽ കുത്തി കയറ്റിയിട്ടും ഉണ്ടാവും. അപ്പോൾ അതും എന്താണ് ഈ പറഞ്ഞതുപോലെ ഒരു ലിമിറ്റേഷനാണ്. പിന്നെ ഫോംസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഭയങ്കര ലെങ്തി ആയിരിക്കാം, ഇവാലുവേഷൻ കഴിയുമ്പോഴത്തേക്ക് ഇവാലുവേറ്റർ ക്ഷീണിക്കുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. സോ ലോങ് ആൻഡ് കോംപ്ലെക്സ് ആയിരിക്കുക. ഇതൊക്കെ എന്തായിരിക്കും ഈ ഒരു നല്ലൊരു പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്സിനെ അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ അടുത്ത ഒരു കാര്യം നമ്മൾ പറഞ്ഞത് റേറ്ററിൻ്റെ പ്രിപ്പയർനെസ് ഇല്ലായ്മ, അതൊരു
വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യും. കാരണം ഇവാലുവേറ്റ് ചെയ്യുന്ന പേഴ്സണ് നല്ലൊരു ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവാലുവേഷൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു കൃത്യമായ ധാരണ ഇവാലുവേറ്റർക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ടീച്ചേഴ്സ് കുട്ടികളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടീച്ചേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സിന് എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയ, എത്ര മാർക്ക് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് കൊടുക്കേണ്ടത്, അങ്ങനെ കൊടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ടീച്ചേഴ്സിന് ഒരു ധാരണ ഉണ്ടായിരിക്കണം അല്ലേ. ടീച്ചേഴ്സ് ഒട്ടും തന്നെ പ്രിപ്പയർഡ് അല്ല ഇന്റേണൽ മാർക്സ് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാനോ. ടീച്ചേഴ്സ് പ്രിപ്പയർഡ് അല്ല എങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. സോ അതും ഈ പെർഫോമൻസ് അപ്രൈസൽ, ഈ ഇവാലുവേറ്റർ പ്രിപ്പയർഡ് അല്ല എന്നുള്ളതും ഈ പറഞ്ഞതുപോലെ ഇവാലുവേഷനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ദെൻ ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. നമ്മൾ ഈ പറഞ്ഞ പോലെ റേറ്റർ ഭയങ്കര കാര്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് റിപ്പോർട്ടും കൊണ്ടൊക്കെ വരും. അത് ആരാണ് അത് ഇവാലുവേറ്റ് അതിനുമായിട്ടുള്ള ഫർദർ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് ഓർഗനൈസേഷൻ്റെ പാർട്ടിലുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ റേറ്റർക്ക് ആവശ്യമുള്ള മോട്ടിവേഷനും കാര്യങ്ങളും കിട്ടുന്നില്ലെങ്കിൽ കംപ്ലീറ്റ്ലി അത് അവിടെ തീരുകയാണ് അല്ലേ. അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിലപ്പോൾ അത് ഓർഗനൈസേഷൻ എടുക്കാം. നമ്മളൊരു എംപ്ലോയിൻ്റെ പെർഫോമൻസ് ചെറിയ രീതിയിൽ അവരുടെ ഷോർട്ട് കമ്മിങ്സും കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെന്തോ വലിയ തെറ്റുകാരാണെന്ന് കണ്ടിട്ട് അവരൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് വലിയ ആക്ഷൻസ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിലും ഈ പറഞ്ഞതുപോലത്തെ പ്രോബ്ലംസ് ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്ട്സിലേക്കും കാര്യങ്ങളിലേക്കും ഇത് ലീഡ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഈ പെർഫോമൻസ് അപ്രൈസൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇതിന് പുറമേ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയേണ്ട അല്ലേ. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഒരുപാട് സമയം ഇതിന് വേണ്ടിയിട്ട് ഒബ്സർവ് ചെയ്യാനും ചെക്ക് ലിസ്റ്റ് കാര്യങ്ങൾ തയ്യാറാക്കാനും പിന്നെ അതിനായിട്ടൊരു ഇവാലുവേറ്ററിന് നമ്മൾ വെക്കണം. അപ്പോൾ അതൊക്കെ എന്താണ് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻ അഡീഷൻ ടു ദിസ് പോയിന്റ്സ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾ പെർഫോമൻസ് അപ്രൈസലിൻ്റെ ലിമിറ്റേഷൻസിൻ്റെ 4 ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്. ജഡ്ജ്മെൻറ്റ് എറേഴ്സ്, പുവർ അപ്രൈസൽ ഫോംസ്, ലാക്ക് ഓഫ് റെറ്റർ പ്രിപ്പയർനെസ്, ഇൻഎഫക്റ്റീവ് ഓർഗനൈസേഷണൽ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. ജഡ്ജ്മെൻറ്റ് എറേഴ്സിൽ വന്നതാണ് ഫസ്റ്റ് ഇംപ്രഷൻ എഫക്റ്റ്, റിസൻസി എഫക്റ്റ്, ഹാലോ എഫക്റ്റ്, ഹോൺസ് എഫക്റ്റ്, ദാറ്റ് ഇസ് ജനറലൈസേഷൻ എഫക്റ്റ്, ദെൻ ലെനിയൻസി എഫക്റ്റ് ഓർ സ്ട്രിക്ട്നെസ് എഫക്റ്റ്, ദെൻ ആവറേജ് റേറ്റിംഗ്, സ്റ്റീരിയോ ടൈപ്പിംഗ്, സ്പിൽ ഓവർ എഫക്റ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ അപ്രൈസൽ ഫോംസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, ക്ലിയർ ആയിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കണം, വളരെ ഷോർട്ട് മീൻസ് നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള ഒരു സൈസിലുള്ളതായിരിക്കണം, ഒരുപാട് കോംപ്ലെക്സ് ആക്കുന്ന രീതിയിൽ ഭയങ്കര വലുപ്പമുള്ള ആപ്ലിക്കേഷൻ ഫോമൊന്നും ആവാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ റേറ്റർ കൃത്യമായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം, റേറ്ററിന് ഇവാലുവേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. പ്ലസ് ഓർഗനൈസേഷൻ്റെ പോളിസീസും പ്രാക്ടീസസും ഈ ഒരു പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം. ഓക്കെ, so thank you.